വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡലിയാണ് ചെറുപയർ തൊലിയോട് കൂടി അരച്ച് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി. ഇതേ മാവിൽ തന്നെ ദോശയും തയ്യാറാക്കിയെടുക്കാം. തൊലിയോടുകൂടി മാവ് അരയ്ക്കുന്നത് കൊണ്ട് പുളിച്ച് വരുമ്പോഴേ ഒരു ഇച്ചിരി സ്മെല്ല് വ്യത്യാസം നമുക്ക് തോന്നാറുണ്ട്. അത് മാറ്റാനായിട്ട് 2-3 ഐറ്റം കൂടി ചേർത്ത് അരച്ചാൽ മതിയാവും. നല്ല മണവും രുചിയും കിട്ടും. ഇവിടെ എടുക്കുന്നതിൻ്റെ എല്ലാ അളവുകൾ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. മാവ് പൊങ്ങാൻ എടുക്കുന്ന സമയവും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സാധാ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 250 ml 1 കപ്പ് ചെറുപയർ പച്ചപ്പയർ എടുക്കുകയാണ്. ഇനി എടുക്കുന്ന 1/2 കപ്പാണ്. 1/2 കപ്പിൻ്റെ ഒരല്പം താഴെയായിട്ട് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത്ര ഉഴുന്ന് ചേർത്താൽ മതിയാകും. ഇനി എടുക്കുന്നത് 1/4 കപ്പാണ്. മട്ടയരി എടുത്തിട്ടുണ്ട്. ബ്രൗൺ അരിക്ക് പകരമായിട്ട് ഇഡലി അരി ചേർക്കാം, പച്ചരി ചേർക്കാം. തവിടുള്ള അരി ചേർക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി. ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ മാത്രമായിട്ട് ഉലുവ ചേർക്കുക, ഒത്തിരി ചേർക്കേണ്ട. ബ്രൗൺ അരിക്ക് പകരമായിട്ട് ചേർക്കാവുന്ന ഇഡലി അരി ഇതാണ്. അല്പം ഉരുണ്ട് ഗുണ്ടായിട്ടിരിക്കുന്ന അരിയാണ്. ഇപ്പോഴും ചിലർക്ക് ഡൗട്ടുണ്ട്, അതുകൊണ്ട് കാണിച്ചതാണ്. ഇതിന് നല്ലവണ്ണം വെള്ളം തെളിയുന്നത് വരെ നല്ലവണ്ണം കഴുകി എടുത്തുകൊണ്ട് വരണം. ഇത്രയും മാത്രമല്ല, ഇതിൻ്റെ കൂടെ 2-3 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അത് കുതിർന്നിട്ട് അരയ്ക്കാൻ നേരം ചേർത്താൽ മതി. ഇനി കുറച്ചേറെ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. ഇനി ഇത് കുതിരാൻ വേണ്ടി എടുക്കുന്ന സമയം 3 മുതൽ 4 മണിക്കൂർ വരെയാണ്. മൂടി വയ്ക്കാം. അതായത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിതൊരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഞാൻ ഉപയോഗിക്കുന്നില്ല, വേറെ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. 2 ബാച്ചായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, വെള്ളം ഒരുപാടായി പോകരുത്. ഇഡലി പരുവത്തിൽ അരച്ചെടുക്കണം. അഥവാ നമുക്ക് മാവ് ദോശയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശ ചുടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് ഒരു 1-2 പച്ചമുളക് ചേർക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകായത് കാരണം ഒരെണ്ണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി വലിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കണം. കട്ട് ചെയ്ത് ചേർക്കാം. 5-6 കറിവേപ്പില ചേർക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കുക. ഇനി 3-4 നുള്ള് കായപ്പൊടി ചേർക്കുക. അല്പം വെള്ളം ചേർത്ത് മാത്രമേ അരച്ചെടുക്കാവൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ 1/4 കപ്പും കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലവണ്ണം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇതിൽ ഇഞ്ചി ചേർക്കുന്ന സമയത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മൂത്ത ഇഞ്ചി കഷ്ണം ചേർക്കാൻ നോക്കുക. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഈ ഇഡലിക്ക് ഒരു നല്ലൊരു സ്മെല്ലും രുചിയും കിട്ടും. ചില സമയത്ത് എളുപ്പമായിട്ടുള്ള ഇഞ്ചിയാണ് വാങ്ങാൻ കിട്ടാറുള്ളത്. അതിന് ഫ്ലേവർ കുറവായിരിക്കും. അങ്ങനെയുള്ളതാണെങ്കിൽ ഒരു കഷ്ണം കൂടെ കൂടുതലായിട്ട് ചേർക്കുക. ഞാനിതിപ്പോൾ 2 ബാച്ചായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളം ഒരുപാടാകാതെ ശ്രദ്ധിക്കുക. ഇനി ഈ മാവിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. അരയ്ക്കാൻ നേരം ഉപ്പൂടെ ചേർത്ത് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. മാവ് പൊളിച്ച് പൊങ്ങിയതിന് ശേഷം ഉപ്പ് ചേർത്താൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പ് ചേർക്കുമ്പോൾ എന്തായാലും നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്യുമല്ലോ. ആ സമയം കൊണ്ട് ഇതിനകത്ത് നിറയെ എയർ ബബിൾ കാണുമല്ലോ, അതെല്ലാം പൊട്ടിയിട്ട് മാവ് കുറച്ച് ഒന്ന് ഒതുങ്ങിപ്പോകും. അപ്പോൾ അതിലും നല്ലത് ഇതുപോലെ അരയ്ക്കുമ്പോഴേ ചേർത്ത് വെക്കുന്നതാണ്. ഇനി ഞാനിത് മൂടി വയ്ക്കുവാണ്. മാവൊന്ന് പൊളിച്ച് വരാനായിട്ട് 7 മുതൽ 8 മണിക്കൂർ വേണ്ടി വരും. നല്ല ചൂടുള്ള സമ്മർ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 6 മണിക്കൂർ മതിയാകും. മാവ് പുളിച്ച് പൊങ്ങി ഡബിൾ ആകാൻ വേണ്ടി വരെ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഓവറായിട്ട് ഇതിന് മാവിനകത്ത് പുളി ഉണ്ടാവുകയും ചെയ്യും. അത്രയും വേണ്ട. എന്നാൽ ഒട്ട് മാവ് പുളിച്ച് കുറച്ച് പൊങ്ങുകയും വേണം. അതിനുള്ള സമയമാണ് 7 മുതൽ 8 മണിക്കൂർ നേരം. ഈ മാവ് ഇപ്പോൾ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഒത്തിരി ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അരച്ച മാവിൽ നിന്ന് ഒരു പകുതിയോളം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അടപ്പ് പാത്രത്തിൽ പുളിച്ച് പൊങ്ങിയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കും. അതുകൊണ്ട് ഇനി സാധാരണ ഇഡലി ചുടുന്ന പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, നല്ലവണ്ണം വെള്ളം വെട്ടി തിളച്ചിട്ട് തട്ടി വയ്ക്കുക. തട്ടിൽ നല്ലവണ്ണം എണ്ണ പുരട്ടുക. ഇഡലി മാവിൻ്റെ വെള്ളത്തിൻ്റെ പരുവം കണ്ടില്ലേ, ഇത്രയും ആകാവൂ. ദോശയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവിയുടെ വെള്ളം കൂടുതൽ ഒഴിച്ചുകൊണ്ട് ദോശ ചുട്ടെടുക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് ഒട്ടും അരി ചേർക്കാതെ നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുക്കുന്ന ഒരു ഇഡലി. അതിൻ്റെ കളർ കുറച്ചുകൂടെ വെള്ളയായിരിക്കും. വെള്ളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്നിൻ്റെ കളറായിരിക്കും.
ഇത് പച്ചപ്പയർ തൊലിയോടുകൂടി അരച്ചെടുക്കുമ്പോൾ കൂടെ ബ്രൗൺ അരിയൊക്കെ അരയ്ക്കുന്ന കാരണം കളർ ഇച്ചിരി ഡള്ളായിരിക്കും, ഹെൽത്തി ആണല്ലോ. 2 തട്ടിലായിട്ട് ഇഡലി വേവിച്ചെടുക്കാൻ 8 മുതൽ 10 മിനിറ്റ് വേണം. ആദ്യത്തെ 5 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് തീ കൂട്ടി വെച്ച് തന്നെ വേവിച്ചെടുക്കുക. പിന്നീട് ബാക്കിയുള്ള 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഈ ഒരു മാവിൻ്റെ അളവ് ഞാൻ ചുട്ടെടുത്തത് ഒരു 20 എണ്ണമാണ്, 2 ബാച്ചായിട്ട്. ഇഡലി പാത്രത്തിൽ നിന്ന് ഇഡലി തട്ട് എടുത്ത ഉടനെ തന്നെ ടാപ്പ് തുറന്ന് വെച്ച് അതിൻ്റെ അടിഭാഗത്ത് നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആറാൻ വേണ്ടി വയ്ക്കുക. ചിലർ ഇഡലിയുടെ മുകളിൽ വെള്ളം തളിക്കാറുണ്ട്. അപ്പോൾ ഇഡലിയുടെ സൈഡിലെല്ലാം കുഴകുഴാന്നിരിക്കും. നമ്മൾ ഈ ഇളക്കി എടുക്കുന്ന സമയത്ത് വെള്ളം നിന്ന് ഞാൻ ഈ അടിഭാഗത്താണ് നന്നായിട്ട് വെള്ളം ഒഴിക്കുകയും ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചേക്കും. അല്പം ചരിച്ച് വെച്ചാൽ മതി, ഇഡലിയിൽ ഒട്ടും വെള്ളം വരില്ല. നല്ല സോഫ്റ്റ് ഇഡലിയാണ്. പച്ചമുളക്, ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ അരയ്ക്കുന്ന കാരണം ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. ഇത് കഴിക്കുമ്പോഴേ രുചിയുമാണ്. ഇതേ മാവിൽ തന്നെ നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ട് എണ്ണ പുരട്ടി കനം കുറഞ്ഞ് പരത്തിയതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് ക്രിസ്പിയാക്കി എടുക്കുക. ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പറ്റിയ നിറയെ ചമ്മന്തി റെസിപ്പീസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിടാനും മറക്കരുത്. എന്നാലേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.